ബാലതാരമായി സിനിമയിലേക്ക് എത്തി പിന്നീട് നായികാ പദവിയിലേക്ക് ഉയർന്ന മലയാളത്തിലെ മാറ്റിവയ്ക്കാൻ കഴിയാത്ത നായികാ സാന്നിധ്യം തന്നെയായിരുന്നു കാവ്യ മാധവൻ. ആദ്യമായി ബാലതാരമായി സിനിമയിൽ എത്തിയപ്പോൾ തന്നെ കാവ്യയിൽ ഒരു നടി ഉറങ്ങിക്കിടപ്പുണ്ട് എന്നും നാളെ സിനിമയിൽ വലിയൊരു മികച്ച നായികയായി കാവ്യ മാറുമെന്നും പലരും പ്രഖ്യാപിച്ചിരുന്നു. ഇത് നടക്കുകയും ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാവ്യ ചന്ദ്രനുദിക്കിൽ എന്ന സിനിമയിൽ അഭിനയിച്ചത്. ഈ സിനിമ വമ്പൻ ഹിറ്റായി മാറുകയും തുടർന്ന് ഒരുപാട് സിനിമകളിൽ നായികാ പദവിയിൽ അലങ്കരിക്കാൻ കാവ്യയ്ക്ക് കഴിയുകയും ചെയ്തു. ദിലീപിന്റെ ഭാഗ്യ നായികയായി കാവ്യ എത്തി. ആദ്യത്തെ ദിലീപിന്റെ ഭാഗ്യ നായിക മഞ്ജു വാര്യറായിരുന്നു. ഇവർ ജീവിതത്തിൽ ഒന്നിച്ച ശേഷം ഇവരുടെ ജീവിതം ഇല്ലാതാകാൻ കാരണമായതും രണ്ടാമത്തെ ഭാഗ്യ നായികയായി എത്തിയ കാവ്യ തന്നെയായിരുന്നു. ദിലീപും മഞ്ജുവും തമ്മിൽ വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യയെ വിവാഹം കഴിച്ചു. ദിലീപിന്റെയും കാവ്യയുടെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എപ്പോഴും ചർച്ചയായി മാറാറുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും അഭിനയത്തിൽ നിന്നുമൊക്കെ ഇടവേള എടുത്തിരിക്കുകയായിരുന്നു കാവ്യ. ഒട്ടനവധി ആരാധകർ കാവ്യയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആരാധകരിൽ നിന്നുമെല്ലാം വ്യത്യസ്തനായ ഒരു ആരാധകൻ താരത്തിനുണ്ടായിരുന്നു. നാട് മുഴുവൻ അറിയപ്പെട്ട ആരാധകനെ കാവ്യ മാത്രം പക്ഷേ അറിയാതെ പോയി. കാവ്യയെ സ്വന്തമാക്കാൻ വേണ്ടി അമ്പലം തോറും വഴിപാടുകൾ നേർന്ന കാവ്യ പ്രകാശൻ. ഒരു സ്വകാര്യ ചാനലിലൂടെയാണ് കാവ്യ പ്രകാശന്റെ അപൂർവ കഥ മുൻപ് പുറത്തു വന്നിട്ടുള്ളത്. കാവ്യയോടുള്ള അടങ്ങാത്ത ആരാധനയും അവരെ സ്വന്തമാക്കാൻ പ്രകാശൻ കാത്തിരുന്ന കഥയും നാട്ടുകാർ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കോടീശ്വരനായാൽ കാവ്യയെ വിവാഹം കഴിക്കാമെന്ന് കരുതി സ്ഥിരമായി ബമ്പർ ലോട്ടറിയും എടുക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ. 34 വർഷമായി തുടരുന്ന ശീലം. കല്ലും മണ്ണും ചുമന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പ്രകാശൻ ലോട്ടറി എടുക്കും. എന്നാൽ ഇന്ന് വരെ ഒരു ലോട്ടറി പോലും അല്ലെങ്കിൽ ഒരു സമ്മാനം പോലും ഇതിൽ നിന്നും പ്രകാശന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബമ്പർ ലോട്ടറികളാണ് പ്രകാശൻ എടുക്കുന്നത്. 16 വർഷം കൊണ്ട് 60 ലക്ഷം രൂപയുടെ ലോട്ടറി പ്രകാശൻ എടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രകാശനെ നാട്ടുകാരും ലോകം മുഴുവനും ഒരു സമയത്ത് അറിഞ്ഞിട്ടും കാവ്യ മാത്രം തിരിച്ചറിഞ്ഞില്ല. ഇപ്പോൾ കാവ്യയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ പ്രകാശന്റെ ശാപമാണോ എന്നാണ് എല്ലാ പേരും അന്വേഷിക്കുന്നത്. വളരെ രസകരമായി നടന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് ഇത് എങ്കിൽ പോലും പ്രകാശിന്റെ മനസ്സിൽ അത്രയ്ക്ക് ആഴം ഉണ്ടായിരുന്നു കാവ്യയോടുള്ള പ്രണയത്തിന്. കാവ്യ എന്നാൽ ദിലീപിനെ തേടി പോയപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ കാവ്യയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രകാശിന്റെ കണ്ണീരായിരിക്കാമെന്നും എല്ലാ പേരും പറയുന്നു.